ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കോണിക്കൂട് പൊളിക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് കോണിക്കൂട് പൊളിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ലാബ് കോണിക്കൂടിൻ്റെ ആ സ്ലാബ് നമ്മൾ പൊളിച്ച് ഒഴിവാക്കുകയാണ്. കോണിക്കൂടിൻ്റെ സ്ലാബ് മാത്രം പൊളിച്ചാൽ പോരാ, ആ ബാക്കിലുള്ള അതിൻ്റെ ബാക്ക് സൈഡ് പുറം ഭാഗം ഒരു മതിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട്. അവിടെ നമ്മൾ കോണിക്കൂടിൻ്റെ മൊത്തം ഉള്ളിലുള്ള മൊത്തം സ്പേസ് നമുക്ക് അവിടെ വിൻഡോ വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ബാക്കിൽ നമ്മൾ പൊളിക്കും, ആ സ്ലാബ് നമ്മളുകൊണ്ട് പൊളിച്ചെടുക്കും. പിന്നെ ഇത് പഴയ കാലത്ത് ആരോ ചെയ്തതാണ് ഈ സ്ലാബ്. ആ സ്ലാബ് ആണെങ്കിൽ ഉറപ്പില്ല. അപ്പോൾ പുതിയ സ്ലാബ് അതിൻ്റെ മേലെ നമ്മൾ മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ മേലെ ഒരു ലിൻഡിൽ വാർക്കും, എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു 2-4 വരി പടുത്തിട്ട് നമ്മളത് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റിലാണ് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഇത് പൊട്ടിക്കണതൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. ആമറേറ്റ് അടിക്കുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് പൊളിഞ്ഞു പോരുകയാണ്. എന്താ വെച്ചാൽ അവർ 8 ഇഞ്ച് ഗ്യാപ്പിലാണ് കമ്പിയിട്ട് വാർത്തിട്ടുള്ളത്. അന്നത്തെ എന്തോ സിമ്പിൾ വർക്ക് ചെയ്തതാണ് അവർ. ആരെ ചെയ്ത എന്താണെന്ന് അറിയില്ല, അന്ന് കോൺട്രാക്റ്റ് വർക്ക് കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് അടിച്ചിട്ട് പൊളിച്ചിട്ട് വേഗം കിട്ടുന്നുണ്ട് സംഭവം. പിന്നെ മെഷീനും ഉണ്ട്. മെഷീനായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട്, ആമറിനൊക്കെ സിമ്പിളാണ് മെഷീനാകുമ്പോൾ. പെട്ടെന്ന് കട്ടായി പോരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ഇനി പൊളിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ പൊളിച്ചിട്ട് വേണം നമുക്ക് അവിടുന്ന് കംപ്ലീറ്റ് ഫിനിഷ് ആക്കണം. പിന്നെ ഈ ഫ്രണ്ടിൽ നമ്മൾ കണ്ടില്ല, ഈ മതിൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. ഫ്രണ്ട് മൊത്തം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അവിടെ വേറെ വിൻഡോ വെക്കാനുള്ളതാണ്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഒരടി ആ മെയിൻ സ്ലാബ് കുറച്ചും കൂടെ ഒരടി അങ്ങോട്ട് മേലെ ആ എയർ ഹോൾ കാണുന്നതിൻ്റെ അത് സ്ലാബാണ്. ആ സ്ലാബിൻ്റെ മേലേക്ക് ഒരടി നമ്മളങ്ങോട്ട് കയറ്റി കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് കമ്പി ലാപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ് സ്ലാബ്. അതെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് നമുക്ക് ഒരു വാളൊക്കെ കെട്ടി കൊണ്ടുവരാണ്ട്, ആ കെട്ടി കൊണ്ടുവരുന്ന വാളുമ്പക്ക് ആ സ്ലാബ് ഇങ്ങോട്ട് കയറ്റി വാർക്കാനുള്ളതാണ്. അപ്പോൾ ആ കയറ്റി വാർക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരടിയും കൂടെ കമ്പി ലാപ്പ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരടി കയറ്റി കട്ട് ചെയ്യണം സ്ലാബ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ. പിന്നെ ആ മതിൽ മൊത്തം നമുക്ക് അടി വരെ തറ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വാളിന് അപ്പോൾ ആ ചെരുവൊക്കെ നമുക്ക് സ്ക്വയർ ആക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ ആ 2 മൂലഭാഗം, വീടിൻ്റെ 2 മൂലഭാഗം ചെരുവാണ്. അത് മൊത്തം നമുക്ക് ഇവിടെ എടുക്കാനുള്ളത്. കംപ്ലീറ്റ് പൊളിച്ച് ഈ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് പൊളിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നമ്മൾ കുറേ വ്യത്യാസം വരുത്താണ്ടായിരുന്നു. അതിൽ ഈ ഫ്രണ്ട് ഭാഗം പൊളിച്ചിട്ട് നമുക്ക് കുറച്ച് വലിയ ജനാല് വെക്കാണ്ട്, പിന്നെ ഈ കെട്ട് കാണുന്നിടത്തും അപ്പുറത്ത് ആ കെട്ട് കാണുന്നിടത്തും നേരെ അങ്ങോട്ട് പുറത്തേക്ക് ഒരു വാള് വരുന്നുണ്ട്. പുറത്തേക്ക് ഒരു 60 സെൻറ്റിമീറ്റർ ഒരു വാള് വരുന്നുണ്ട്. ആ വാള് മെയിൻ സ്ലാബിൻ്റെ ഹൈറ്റ് വരെ പൊന്താനുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ജനൽ വെക്കാണ്ട്, പിന്നെ അപ്പുറത്തൊരു ജനൽ പൊളിച്ചിട്ടുണ്ട്, അപ്പുറത്തൊരു ജനൽ വെക്കാണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ പണിയെടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫൗണ്ടേഷൻ ഇടണം ആ വാളിനും. പിന്നെ ഇവിടെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ആദ്യം നമ്മളെ ചുമര് നിന്നിരുന്നത്, ഈ ചുമര് ഇങ്ങനെ നിന്നിരുന്നത് പിന്നെ ചെരിഞ്ഞിട്ടാണ് നിന്നിരുന്നത്. ഇങ്ങനെ ചെരിവുണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ ആ ചെരുവ് നമ്മൾ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ അത് ഇനി നമ്മൾ നേരെ ആക്കുകയാണ്, സ്ക്വയർ ആക്കണം. ആ സ്ക്വയർ ആക്കുമ്പോൾ നേരെ ഇങ്ങോട്ട് വാള് കെട്ടാനുണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് അവിടെയുണ്ട് ആ വാള് വരുന്നത്. ഇവിടെ ഇതേമാതിരി ക്രോസ് ആയിരുന്നു ചുമരുണ്ടായിരുന്നത്. അതിപ്പോൾ ഇനി ഞങ്ങൾ സ്ക്വയർ ആക്കാൻ പോവുകയാണ്. സ്ക്വയർ ആക്കും വേണം. പിന്നെ ഇങ്ങോട്ട് ഒരു 60 സെൻറ്റിമീറ്റർ ഈ മറിയാണ് സ്ക്വയർ ആക്കാനുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ നമുക്കൊരു 60 സെൻറ്റിമീറ്റർ പിന്നെ വാള് കെട്ടാണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്കിലാണ്. ഇവിടെ ആദ്യം ഒരു മരത്തിൻ്റെ 3 ജനലുണ്ടായിരുന്നു. അതിപ്പോൾ എടുത്തിട്ട് ഇനി നമ്മൾ ജിഐൻ്റെ ജനലാണ് വെക്കുന്നത്, ഇരുമ്പിൻ്റെ ജനലാണ് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വെക്കാണ്ട്, അപ്പോൾ ആ മരത്തിൻ്റെ പൊളിച്ചിട്ട് ഞങ്ങൾ ഇനി വേറൊരു അപ്പുറത്ത് മേലത്തെ ബെഡ്റൂം വരുന്നതിന് ഞങ്ങൾ അതിന് വെക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഞങ്ങളിവിടെ വാളിന് കീറിയപ്പോൾ പഴയ ഒരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ആദ്യം പില്ലറിനിട്ട ഗോളം വാർത്തതാണെന്ന് തോന്നുന്നുണ്ട്. പില്ലറിൻ്റെ ഗോളം വാർത്തതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ എന്താ ചെയ്യുക നോക്കട്ടെ. ഞങ്ങൾ ചിലപ്പോൾ ഇത് ഇവിടെ നിർത്തേണ്ടി വരും. നമുക്ക് ഇവിടെ വാളിന് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി കീറിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ അടിയിൽ ഇതാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത് പുറത്തേക്ക് എടുക്കാതെ നമ്മൾ അതിൻ്റെ മേലെ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. 2 സൈഡിലും ഒരേമാതിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പഴയ ഗോളത്തിൻ്റെതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് നല്ല ഫൗണ്ടേഷൻ നല്ല ഉഷാറാവും. പഴയ ഗോളത്തിൻ്റെ പില്ലറിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇത് രണ്ട് സൈഡിലുണ്ട്. ഇപ്പുറത്തും അതേമാതിരി വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഗോളത്തിൻ്റെ വരുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഞങ്ങളൊരു പിന്നെ 2 വരി മെഷീൻ കല്ല് ഞങ്ങൾ 2 വരി ഇട്ടിട്ടുണ്ട് അടിയിൽ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ നല്ല തരിപ്പിച്ച് ദമ്മാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് പിന്നെ ദമ്മാക്കിയിരുന്നു. ഇനി അപ്പുറത്ത് നമ്മൾ വേറെ ഇവിടെ അപ്പുറത്ത് അതേമാതിരി നമ്മൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഇവിടെ അതേമാതിരി 2 വരി ഇട്ടിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തരിപ്പിച്ച് നല്ല ദമ്മാക്കിക്കുന്നു. കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല ഉഷാറായിട്ട് ദമ്മാക്കിക്കുന്നു. നമ്മളൊരു ഈ ബെൽറ്റിൻ്റെ അടി ലെവലിൽ നമ്മൾ ഇവിടെ ഒരു കെട്ട് കെട്ടാണ്ട് ആ കെട്ടിൻ്റെ മേലെ നമ്മൾ ഈ ബെൽറ്റ് അതേമാതിരി അതിൻ്റെ മേലെ കൂടെ ഇങ്ങോട്ട് വരാനുള്ളതാണ്. ആ ബെൽറ്റ് വന്നതിൻ്റെ ശേഷമേ പിന്നെ നമുക്ക് മേലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ ലെവലിൽ നമ്മൾ അടി ലെവലിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ കെട്ടാൻ പോകണേ. ഇങ്ങനെയാണ് ഞങ്ങൾ കെട്ടിയിട്ടുള്ളത്. ഇത് ഇനി കുറച്ചും കൂടെ ഇങ്ങോട്ട് വരാണ്ട്. അപ്പോൾ അത് നമ്മളവിടെ അടിയിൽ കണ്ട ആ ഗോളത്തിന് നേരെ നമ്മളൊരു പില്ലറാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് നിറച്ച് കൊടുക്കും. അത് കംപ്ലീറ്റ് ആ ഗ്യാപ്പൊക്കെ നമ്മൾ പുറത്തുനിന്ന് പലക അടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ആ 6 ഇഞ്ച് ബെൽറ്റ് ഇതിൻ്റെ ടോപ്പിൽ കൂടെ അങ്ങോട്ട് വരാനുള്ളതാണ്. അപ്പോൾ ഇതേ സെയിം തന്നെയാണ് അപ്പുറത്തും ചെയ്യാനുള്ളത്. ഇവിടെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആ ഗ്യാപ്പ് കാണില്ല, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കോൺക്രീറ്റ് നിറയ്ക്കും. പിന്നെ ഇവിടേക്ക് നമ്മൾ നേരത്തെ ഒരു ഗോളം കണ്ടിരുന്നു. ആ ഗോളത്തിൻ്റെ ആ ലെവലിൽ നമ്മൾ അടിയിൽ നിന്ന് നമുക്ക് പൊന്തിക്കാനുള്ളതാണ്. അത് നേരെ മേലേക്ക് ഗോളാക്കിയിട്ട് പൊന്തിച്ചിട്ട് നേരെ ഇതിൻ്റെ മേലെ കൂടെ ഈ 6 ഇഞ്ച് സ്ലാബിൻ്റെ ഹൈറ്റ് നേരെ ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളവിടുന്ന് നീർത്തി കൊടുത്ത് ഇത് സ്ക്വയറാക്കി നമ്മളത് ആ ബെൽറ്റും കൂടെ വാർത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിൻ്റെ തറ സ്ക്വയറായി.